നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായ മനോജ് നാരായണനെ സുഹൃത്ത് സംഘം അനുമോദിച്ചു. വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നാടകവേദി, തെരുവു നാടകങ്ങൾ, ക്യാമ്പസ് തിയേറ്റർ, അമേച്ചർ, പ്രൊഫഷണൽ മേഖലകളിൽ മികച്ച അവതരണങ്ങൾ നടത്തി ഒട്ടേറെ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ സംവിധായകനാണ് മനോജ് നാരായണൻ. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തുടർച്ചയായി 7 തവണ മികച്ച സംവിധായകനുള്ള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് മനോജ് കരസ്ഥമാക്കുകയുണ്ടായി. വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എത്ര വലിയ നടനായാലും നിങ്ങളുടെ ആ ഭാവം വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്ന, നടന് മുമ്പിൽ നിൽക്കുന്ന, നടനെ നിശ്ചയിക്കുന്ന, നടനെ ചെത്തി ഒഴിഞ്ഞ് ശില്പമാക്കി മാറ്റുന്ന ഒരു ശില്പി സംവിധായകനാണ്. സംവിധായകന്റെ കണ്ണാണ് നാടകം. സംവിധായകൻ കണ്ട നാടകമാണ് നമ്മുടെ നാടകം, നാം കാണുന്ന നാടകം. ആ അർത്ഥത്തിൽ ഒരു പ്രജാപതി എന്ന് പറയാം. സമകാലിക രംഗത്തെ ഒരു നാടക പ്രവർത്തകനെ അല്ല നാം ഇപ്പോൾ ആദരിക്കുന്നത്. പകരം 10-30 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു മലയാള നാടക പഠന ഗ്രന്ഥത്തിലെ മലയാള നാടകത്തെ ഒരു കെട്ട കാലത്ത്, നമുക്കറിയാമല്ലോ മലയാള നാടകം 90കളൊക്കെ ആകുമ്പോൾ അതിങ്ങനെ അഴിഞ്ഞു പോകുമോ മുടിഞ്ഞു പോകുമോ എന്ന് സന്ദേഹമുള്ള ഒരു കാലത്ത് നിന്ന് ഈ നാടകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച അപൂർവം വിരലിലെണ്ണാവുന്ന നാടക സംവിധായകരിൽ ഒരാളാണ് മനോജ് നാരായണൻ. അദ്ദേഹം ഭാവിയിൽ അങ്ങനെ തന്നെ അറിയപ്പെടും. മലയാള നാടകത്തിൻ്റെ ചരിത്രം എഴുതുന്ന ഒരാൾ ജി ശങ്കരപിള്ള എന്നോ CN ശ്രീകണ്ഠൻ നായർ എന്നോ PK വേണുകുട്ടൻ നായർ എന്നോ പറയുന്ന അതേ ബഹുമാനത്തോടെ മനോജ് നാരായണൻ എന്ന നാമം ഉച്ചരിക്കും. പി ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. മനോജനാണെങ്കിൽ തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ നാടക രംഗത്ത് ഒരു 10-25 വർഷക്കാലം മുഴുവൻ സമയ നാടകക്കാരന് ശേഷം കേരളത്തിൽ ഉടനീളം ഒരുപാട് സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ മുഴുവൻ വടകരയിലെത്തിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, അത് നാടക പ്രവർത്തകരായ നമ്മളെല്ലാം കേൾക്കുക, അതിൽ ചെറിയ കുട്ടികളടക്കം ഉള്ള അങ്ങനെ ഒരു വിപുലമായ പരിപാടി ഇനി വരുന്ന ഒരു സമയത്ത്, ഒരു ആപ്റ്റ് ടൈമിൽ മനോജിന് കൊടുക്കാവുന്ന ഒരു വലിയ ആദരവ് എന്ന രീതിയിൽ മനോജ് ബന്ധപ്പെട്ട മുഴുവൻ വിദ്യാലയങ്ങളിൽ, നാടകപ്രവർത്തനവുമായി മനോജ് ബന്ധപ്പെട്ട മുഴുവൻ നാടക വിദ്യാലയങ്ങളിലെയും അമേച്ചർ നാടക സംഘങ്ങളുടെയും പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളിലെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഞങ്ങളങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്തിയിരിക്കും. ചടങ്ങിൽ സുരേഷ് ബാബു ശ്രീസ്ത അനുമോദന പ്രഭാഷണം നടത്തി. ഏതൊക്കെ മേഖലയിലാണ് മനോജ് ഇടപെടുന്നത് എന്നുള്ളതാണ്. അരങ്ങൻ്റെ ബഹുസ്വരതയുടെ മേഖലകളിലൂടെ നിറഞ്ഞ ചിരിയോടെ നടന്നു നീങ്ങുന്ന ഒരു നാടക മനുഷ്യനെയാണ് മനോജിലൂടെ നമ്മളിപ്പോൾ തൊട്ടറിയുന്നത്. ജീവിതത്തിലും അരങ്ങിലും ഒരേ ലാളിത്യം സ്വീകരിക്കുന്ന ഒരു സാധാരണക്കാരൻ. ആത്മസമർപ്പണത്തിലൂടെ, എല്ലാം നാടകത്തിന് വേണ്ടിയാണ്, സമർപ്പണത്തിലൂടെ അരങ്ങിനെ ജ്വലിപ്പിക്കുന്ന ഒരു നാടക യൗവനം എന്നുകൂടി എനിക്ക് അവനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ തട്ടാങ്കുനിയിൽ ഉപഹാര സമർപ്പണം നടത്തി. ആർട്ടിസ്റ്റ് രാംദാസ് മനോജ് നാരായണനെ പൊന്നാട അണിയിച്ചു. രാജൻ ചെറുവാട്ട്, KT ദിനേശ്, EM രഞ്ജിത്ത് കുമാർ, യൂനുസ് മലാറമ്പത്ത്, PP രാജേഷ്, സുനില ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. പ്രജീഷ് തത്തോത്ത് സ്വാഗതവും ഹരീഷ് പഞ്ചമി നന്ദിയും പറഞ്ഞു. തുടർന്ന് സുധാകരൻ തത്തോത്ത്, T പ്രേമാനന്ദൻ, കനകരാജ് മയ്യന്നൂർ, ബാബു കല്ലേരി എന്നിവർ പങ്കെടുത്ത നാടക വർത്തമാനം അരങ്ങേറി.